ഇപ്പോൾ ഈ വിഷയത്തിൽ മുഖ്യമന്ത്രിക്ക് ഒരു തുറന്ന കത്തെഴുതിയിട്ടുണ്ട് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല. പിണറായി വിജയൻ സിദ്ധാർത്ഥന്റെ മാതാപിതാക്കളോട് പരസ്യമായി മാപ്പ് പറയണമെന്നാണ് കത്തിലുള്ളത്. സിദ്ധാർത്ഥന്റെ മരണത്തിന് കാരണക്കാരായ SFI ഗുണ്ടകൾക്ക് സർവ്വസ്വതന്ത്രരായി നടക്കാനുള്ള അവസരം സൃഷ്ടിക്കുകയാണ് സർക്കാർ. അങ്ങനെയാണ് കത്തിലുള്ളത്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് സലീം മാലിക് നൽകും. സലീം, ഗുഡ് ഈവനിങ്. ഇന്ന് സിദ്ധാർത്ഥൻ്റെ മരണത്തിന് ഒരാണ്ട് തികയുകയാണ്. ആ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിന് ഒരു അറുതി വന്നിട്ടില്ല. അതിപ്പോൾ എത്ര കാലം കഴിഞ്ഞാലും ആ വിഷമത്തിൽ നിന്ന് അവർക്ക് ഏത് കാലത്ത് മുക്തി നേടാനാവുമെന്ന് നമുക്ക് പറയാനും പറ്റില്ല. ഇപ്പോൾ മാപ്പ് പറയണമെന്നാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. മാപ്പ് കൊണ്ടും അവിടെ മാപ്പിന് എന്ത് പ്രസക്തി, അല്ലെങ്കിൽ മാപ്പിന് എന്തൊരാവശ്യം എന്ന് നമുക്ക് സ്വാഭാവികമായും ഒരു സംശയം വരുന്നുണ്ട്. നീതി ഇപ്പോഴും കിട്ടിയിട്ടില്ല എന്നാണ് അമ്മയുടെയും അച്ഛൻ്റെയും സങ്കടം. കത്തിലെന്താണ് പറയുന്നത്? മറ്റു വിശദാംശങ്ങൾ സലീം. ശ്രീനിത, ഒരു ദീർഘമായ കത്താണ്, മുഖ്യമന്ത്രിക്ക് ദീർഘമായൊരു തുറന്ന കത്താണ് രമേശ് ചെന്നിത്തല എഴുതിയിരിക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം സർക്കാർ വേട്ടക്കാർക്കൊപ്പം നിന്നു എന്നുള്ളതാണ്. അതിന് ഓരോ കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ആ ദീർഘമായ കത്ത് പുരോഗമിക്കുന്നത്. ഒപ്പം തന്നെ സിദ്ധാർത്ഥൻ്റെ അമ്മയുടെ തന്നെ വാക്കുകൾ കൂടി ഇതിൽ എഴുതിക്കൊണ്ടാണ് രമേശ് ചെന്നിത്തല കത്ത് തുടങ്ങുന്നത്. അതിനുശേഷം വിവിധ കാരണങ്ങൾ രമേശ് ചെന്നിത്തല ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഈ പ്രോസിക്യൂഷൻ്റെ ഇടപെടലുകൾ പോലും വളരെ ദുർബലമായിരുന്നു. പ്രോസിക്യൂഷൻ പോലും പ്രതികളെ സഹായിക്കുന്ന നിലയിൽ ഇടപെട്ടു. അതിനൊക്കെ കാരണം സർക്കാരാണ് എന്നുള്ളതാണ്. ഈ സിദ്ധാർത്ഥനെ ശാസിച്ച് നന്നാക്കുക എന്നുള്ളതായിരുന്നു പ്രതികളുടെ ലക്ഷ്യമെന്നൊരു നിരീക്ഷണത്തിലേക്ക് കോടതി പോകാൻ കാരണം ആ ദുർബലമായ പ്രോസിക്യൂഷൻ വാദം കൊണ്ടാണ് എന്ന് ഈ കത്തിൽ പറയുന്നു. അതുകൊണ്ട് തന്നെ മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് പ്രതികളെ സംരക്ഷിക്കാൻ സർക്കാർ നടത്തിയ ശ്രമം അത് പല സമയങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ ആ പ്രതികൾ SFIക്കാരായതുകൊണ്ടാണ് എന്നുള്ളതാണ്. അത് വിവിധ ശ്രമങ്ങൾ, ഒപ്പം തന്നെ ഒരു MLA മജിസ്ട്രേറ്റിന് മുൻപിലേക്ക് എത്താൻ തീരുമാനിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. അതൊക്കെ ഈ പ്രതികൾ പിന്നീട് അതിനുശേഷം സ്വൈര്യവിഹാരമായി സംസ്ഥാനത്തിന് വിവിധ സ്ഥലങ്ങളിൽ നടക്കുന്നു. ഒപ്പം തന്നെ പ്രതികളെ പരീക്ഷ എഴുതിപ്പിക്കണമെന്നൊരാവശ്യം കോടതി മുന്നോട്ട് വെച്ചപ്പോൾ ഒരു കാലത്തുമില്ലാത്തൊരു തിടുക്കം ആ വിഷയത്തിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. പ്രത്യേക പരീക്ഷാ കേന്ദ്രം അനുവദിക്കുന്നതുൾപ്പെടെ വല്ലാത്തൊരു തിടുക്കം സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുണ്ടായി. അതൊക്കെ SFIക്കാർക്ക് കിട്ടുന്ന ആനുകൂല്യങ്ങളാണെന്നും അതുകൊണ്ട് തന്നെ ആ കൊടും ക്രിമിനലുകൾ സ്വൈര്യവിഹാരത്തോടു കൂടി നടക്കുന്നത് സർക്കാരിൻ്റെ ഒത്താശയോടുകൂടിയാണ് എന്നുമാണ് രമേശ് ചെന്നിത്തല പറയുന്നത്. സിദ്ധാർത്ഥൻ മരിച്ചിട്ട് 1 വർഷം തികയുന്ന ഈ ദിവസം ആ കുടുംബത്തോട് മുഖ്യമന്ത്രി മാപ്പ് പറയണം. മനുഷ്യത്വം അല്പമെങ്കിലും അവശേഷിച്ചിട്ടുണ്ടെങ്കിൽ മുഖ്യമന്ത്രി എന്ന നിലയിലെങ്കിലും മാപ്പ് പറയണം എന്നുള്ളതാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെടുന്നത്. ശ്രീനിത, മാലിക്കാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. വിശദമായൊരു കത്താണ്. മുഖ്യമന്ത്രി സിദ്ധാർത്ഥന്റെ കുടുംബത്തോട് മാപ്പ് പറയണം എന്ന് മാത്രമല്ല, കൃത്യമായി SFIയിലെ പ്രതികൾക്ക് സർക്കാർ ഒത്താശ ചെയ്യുന്നു, അല്ലെങ്കിൽ കൂടുതൽ സഹായങ്ങൾ ചെയ്തു കൊടുക്കുന്നു എന്നുള്ള രീതിയിൽ വലിയ ആരോപണം ആ കത്തിലുണ്ട്. അതാ പഠിക്കുന്ന കാര്യത്തിൽ, പരീക്ഷ എഴുതുന്ന ഒരു കാര്യത്തിൽ സർക്കാർ വളരെ തിടുക്കപ്പെട്ട് അതിലൊരു തീരുമാനമുണ്ടാക്കാൻ മുന്നിട്ടിറങ്ങിയെന്നുള്ള വിഷയങ്ങളൊക്കെ ചൂണ്ടിക്കാട്ടിയാണ് ഇപ്പോൾ രമേശ് ചെന്നിത്തലയുടെ ഈ കത്ത്. അപ്പോൾ ഇരയ്ക്കൊപ്പം അല്ലെന്നും, അതായത് സർക്കാർ ഇരയ്ക്കൊപ്പമല്ല വേട്ടക്കാർക്കൊപ്പമാണ് എന്നുള്ളൊരു ധ്വനിയാണ് രമേശ് ചെന്നിത്തല ഈ കത്തിൽ ഉന്നയിക്കുന്നത്.